ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻസും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഇടലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഫോണ്ടൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. എല്ലാവരും മാഷാഅല്ലാഹ് നല്ല ഉഷാറായിട്ട് തന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാഅല്ലാഹ് സെക്കൻഡ് ബാച്ച് ഫോണ്ടൻറ്റ് വർക്കിൻ്റെ ക്ലാസ് ഇപ്പോൾ ഈ ഒരു മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത സമയത്ത് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ സെക്കൻഡ് ബാച്ചിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണതാണ്. അപ്പോൾ 7 ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ തലേദിവസം ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ഓരോ കേക്കിനായിട്ട് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. ഇത് 1/2 kg ടോൾ കേക്കാണ് കേട്ടോ. ടോൾ കേക്ക് ഇത് 4 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 4 ലെയർ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെ മുകളിലായിട്ട് സ്കിൻ ടോൺ കളർ വെച്ചിട്ടാണ് ക്രീമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. മാജിക് കളേഴ്സിൽ സ്കിൻ ടോൺ കേട്ടോ, ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു ലാവൻഡർ കളറാണ് കൊടുക്കുന്നത്. ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പർപ്പിൾ കളറാണ് ഞാൻ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ലാവൻഡർ കളർ പോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ താഴെ ഭാഗം മാത്രമേ കവർ ചെയ്യണുള്ളൂ. ടോപ്പിൽ ഓഫ് വൈറ്റും താഴെ ഭാഗത്ത് ഈ ഒരു ലാവൻഡർ കളറുമാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ. കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ. സിമ്പിളാണ്. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ നോസിൽ തന്നെ ചെറിയ ഓപ്പൺ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഓപ്പൺ നോസിലുള്ളവർ അത് വെച്ചിട്ട് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ. നമുക്കിപ്പോൾ പേൾസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡെക്കറേഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്കിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് 8 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 3 ലെയറായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് കളറും താഴെ ഭാഗത്തായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ക്രീമും ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് താഴെ ഭാഗത്തും ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും അധികം കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം അധികം സ്റ്റോർ ചെയ്യാതിരിക്കുക കേട്ടോ, പെട്ടെന്ന് ചീത്തായി പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുക. കസ്റ്റമൈസ്ഡ് അല്ലാത്ത ഡെക്കറേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് തീർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു കളറും മുകളിലായിട്ട് വൈറ്റ് കളറും കൊടുത്തിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ്ങും ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് ബർത്ത്ഡേൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ 6 മന്തിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 1/2 kg കുറച്ചും കൂടി ഒരു വെയിറ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്ററും ഇതിൻ്റെ ബാറ്ററും കൂടി ആയിട്ട് 1.5 kg ബാറ്റർ 5 എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 ഇഞ്ച് ടിൻ സൈസിൽ കേട്ടോ. അപ്പോൾ ഇതിന് 3 ലെയറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അത് ടയർ കേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ചും അതുപോലെ എക്സ്ട്രാ 2 സ്പഞ്ചും കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആവണുണ്ട്.
ഇനി ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളത് ഐസ് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. മാജിക് കളേഴ്സിൽ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രീമിലും സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓപ്പൺ സ്റ്റാർ നോസിൽ തന്നെയാണ്, പക്ഷേ കുറച്ച് വലിയൊരു നോസിലാണ് കേട്ടോ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഫുള്ള് ഈ ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. പിന്നെ സൈഡിലായിട്ടും ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെയർ വന്നിട്ടുള്ളത് 3 ലെയറാണ്. നമുക്ക് 4 ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ 3 ലെയർ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, വെയിറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ സ്പഞ്ച് ആക്കാൻ വെച്ചതും ഏകദേശം ബേക്കായി വന്നിട്ടുണ്ട്. അതിവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന 1/2 kg കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഫൈനൽ കോട്ടിങ് ചെയ്തു, താഴെ ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ കൊടുത്തു. പിന്നെ ഇതിന് ടോപ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പർ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളതാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പറാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പിന്നെ ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഭാഗത്തായിട്ട് സിൽവർ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ആ ഒരു ഷാർപ്പായി വന്ന ഭാഗത്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നെ നെയിം ഫോണ്ടൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡെക്കറേഷനും പിന്നെ കുറച്ച് സിൽവർ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കേക്കും നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഓരോന്നായിട്ട് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി 3 മണി ആ ഒരു സമയത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി സെറ്റായതിൻ്റെ ശേഷം ഫോട്ടോസ് എടുത്ത് 3 ഒന്നിച്ചിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക് ഡ്രോപ്സിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ അതെല്ലാം ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾക്കിവിടെ 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടല്ലോ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ബ്ലാക്ക് കളറാണ് വേണ്ടത്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്കും വൈറ്റും കൂടി കോമ്പിനേഷനിലുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ബ്ലാക്ക് കളർ ഫുള്ള് കേക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മളെ വായലായിരിക്കും. ഡാർക്ക് ബ്ലാക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കളർ നമ്മളെ വായലായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കണമല്ലേ, അവർ കഴിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ ഈ വായലൊക്കെ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ ഡാർക്ക് കളർ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കസ്റ്റമറോട് പറയാം ഒന്ന് വായിൽ കളറാവും, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കളർ വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ ഡാർക്ക് കളർ കൊടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് റൗണ്ടിൽ കൊടുക്കുക ചുറ്റിലും. എന്നിട്ട് അതിനെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നോർമൽ ക്രീമും പുറത്തേക്കായിട്ട് ഈ ഒരു ഡാർക്ക് കളറും വന്നോളും. പിന്നെ ഈ ഒരു ഇത് ചെയ്യണത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. കാരണം അപ്പോൾ ഇതിൽ കളറില്ലാത്ത ക്രീം ഈ കളറുള്ളതിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കളറ് ഫെയ്ഡായി പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ അത് ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക്. അപ്പോൾ വീഡിയോയിൽ അധികം ബ്ലാക്ക് ആയിട്ട് തോന്നണില്ല കേട്ടോ. ശരിക്കും ഇതൊരു നല്ല ഒറിജിനൽ ബ്ലാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഡാർക്ക് കളറായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഡാർക്ക് ബ്ലാക്ക് അതുപോലെ റെഡ് കിട്ടണമെങ്കിലൊക്കെ കുറച്ച് ക്രീമിൽ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കവറിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ടോപ്പിലും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ ആ ഒരു കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റിൽ നെയിം ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാനിത് പ്രത്യേകം കാണിക്കാം, കാരണം കുറേ പേര് എപ്പോഴും പറയാറുള്ളതാണ് എങ്ങനെ നെയിം ചെയ്തണമെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്യുക. ഫോണ്ടൻറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് 0.0 ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്, അത് വെച്ചിട്ടാണ് നെയിം എഴുതുന്നത്. കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ബ്രഷ് ഇട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ നെയിം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എഡിബിൾ പെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് അതിൻ്റെ ഇങ്ക് കഴിയും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 6:30-7 മണി ആവുന്ന ടൈമിലാണ് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അധികം ക്ലിയറിൽ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ നല്ല ഡാർക്ക് ബ്ലാക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോയിൽ അധികം ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു കേക്കിന് ഞാൻ ചെയ്തിട്ടുള്ളത് താഴെ ഭാഗത്ത് 7 ഇഞ്ച് സൈസും മുകൾ ഭാഗത്തായിട്ട് 4 ഇഞ്ച് സൈസുമാണ് ടിൻ സൈസ് വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ. 1.5 കിലോ ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള
അതുപോലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്